റോക്സിൻ്റെ MX1 വേരിയൻ്റിലുള്ളൊരു അപ്ഡേറ്റാണ്. ഇതിലെ മ്യൂസിക് സിസ്റ്റത്തിൽ ഒരു ബേസിക് ആൻഡ്രോയിഡ് സിസ്റ്റം മാത്രമാണ്. ഇതിൽ കുറേ സോഫ്റ്റ്വെയറിൻ്റെ അല്ലെങ്കിൽ കുറേ ആപ്ലിക്കേഷൻ്റെ മിസ്സിംഗ് ഉണ്ട്. പക്ഷെ നമുക്ക് ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ ഒന്നും ഇതിൽ ആഡ് ചെയ്യാമെന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമുക്ക് മാറ്റാനുള്ള ഒരു അപ്ഡേറ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളിതിൻ്റെ സോഫ്റ്റ്വെയർ അങ്ങ് അപ്ഡേറ്റ് ചെയ്തു. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തു. എന്നിട്ട് അതിൽ GPS ആൻറ്റീന ഇൻസ്റ്റാൾ ചെയ്തു. പിന്നെ എക്സ്റ്റേണൽ മൈക്കും കൂടി ഇൻസ്റ്റാൾ ചെയ്തു. ഇപ്പോൾ ചിലവർക്ക് ഈ സൗണ്ടിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, മൈക്കിൻ്റെ ഫോൺ ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടാതെ. അപ്പോൾ എന്ത് ചെയ്തു, സോഫ്റ്റ്വെയർ മാറ്റിയതിന് ശേഷം എക്സ്റ്റേണൽ മൈക്കും ആഡ് ചെയ്തു, GPS ആൻറ്റീന ചെയ്ത് സോഫ്റ്റ്വെയർ മാറ്റിയിട്ട് പ്ലേ സ്റ്റോർ ഇൻസ്റ്റാൾ ചെയ്തു. ഇൻസ്റ്റാൾ ചെയ്താൽ പിന്നെ നമുക്ക് ഗൂഗിൾ മാപ്പ്, സ്പോട്ടിഫൈ, ഏതൊക്കെ ആപ്ലിക്കേഷൻ വേണം അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരു ബേസിക് സിസ്റ്റം ആയതുകൊണ്ട് ഇതിൽ 32 GB ആണ് സ്റ്റോറേജ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ആപ്ലിക്കേഷൻ ഇതിൽ എന്ത് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യരുത്. അപ്പോൾ ഇതിന് താങ്ങാനുള്ള ശേഷിയില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം വേണ്ട എന്ത് ചെയ്ത് സോഫ്റ്റ്വെയർ മാത്രം ഇൻസ്റ്റാൾ ചെയ്തു. പിന്നെ ആമസോൺ മ്യൂസിക്, സ്പോട്ടിഫൈ, പിന്നെ ഗൂഗിൾ മാപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ GPS ആൻറ്റീന കൂടെ എന്ത് ചെയ്യുന്നത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ പുതിയ സോഫ്റ്റ്വെയർ വന്നതിന് ശേഷം നമുക്കിതിൽ സ്പീഡും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതിൻ്റെ ടോപ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വണ്ടി ഏത് സ്പീഡിലാണോ പോകുന്നത് അത് ഇവിടെ ഈ സ്ക്രീൻ തന്നെ കാണാൻ പറ്റും. ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തിട്ട് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യുക ചെയ്തത്, കാരണം യൂട്യൂബിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നി. വേണ്ടവർക്ക് അത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ സ്റ്റോറേജ് കുറവായതുകൊണ്ട് അത്രയും ഒരുപാട് ആപ്ലിക്കേഷൻ എന്ത് ചെയ്യില്ല, ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അത് ശ്രദ്ധിക്കണം നമ്മൾ. എന്നാലും അത്യാവശ്യം ചെയ്യുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ മാപ്പൊക്കെ എടുക്കുമ്പോൾ ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് വെച്ചാൽ അത് ഒന്ന് ലോഡായി വരാൻ ഇച്ചിരി സമയം എടുക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ അത് ലോഡായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ അപ്ഡേറ്റ് ഉള്ളത്. ഇതിൻ്റെ മെയിൻ ഇത് ചെയ്തതിന് ശേഷമുള്ള അടുത്തൊരു വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്പീക്കറിൻ്റെ ഈ ക്ലാരിറ്റി നല്ല വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. സ്പീക്കർ മാറിയതുപോലത്തെ ഫീലിംഗ് ആണ്. നല്ല ബേസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.